ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാമെന്ന് വെച്ചാൽ നമ്മുടെ GoPro Hero 10 നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അതിനുള്ള വിശേഷങ്ങളും GoProൻ്റെ സെറ്റിങ്സ് ആൻഡ് ഫോർമാഷൻ എല്ലാം നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും കൂടി GoPro Hero 10 നമ്മൾ 4K വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. 5K വരെ എടുക്കാം, പക്ഷേ നമുക്ക് 4K മതി കണ്ടിട്ടാണ് നമ്മൾ 4K എടുത്തുകൊണ്ടിരിക്കുന്നത് 60 FPS. അപ്പോൾ തിരിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അതിനുള്ള വിശേഷങ്ങളും ബോക്സിനുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ ഗൈസ്. GoProയിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ബോക്സിനുള്ള എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടാൽ ക്യാമറ ഉണ്ട്, എക്സ്ട്രാ ബാറ്ററി ഉണ്ട്, പിന്നെ നമുക്ക് ബാലൻസിന് വേണ്ടിയിട്ട് സ്ക്രൂ മാറ്റൊരു സംഭവമുണ്ട്, പിന്നെ നമുക്ക് ഹെൽമെറ്റിൽ വെക്കാനുള്ളതും പിന്നെ കേബിൾസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡ് വന്നിട്ട് നമുക്ക് GoPro എന്ന് എഴുതിയിട്ടുണ്ട്. 4.0 ഹൈപ്പർ സ്മൂത്ത് ആണ് നമ്മുടെ ഈ GoPro 10 Hero 10 കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്ലൗഡ് വഴി പിന്നെ നമുക്ക് സേവ് ചെയ്താൽ വെക്കാൻ പറ്റും. 23 MP 5.3K റെസൊല്യൂഷനിൽ 60 FPS വരെ എടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്താ വെച്ചാൽ 33 ഫീറ്റിൽ 10 മീറ്ററിൽ നമുക്ക് അണ്ടർ വാട്ടർ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലാത്ത മാതിരി GP2 പ്രോസസ്സറിലാണ് നമുക്ക് GoPro 10 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് GoPro 10 നമ്മുടെ GP2 പ്രോസസ്സർ നമുക്ക് GoPro 10 ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവർ. അപ്പോൾ ബോക്സിനുള്ളിൽ നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്കിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തതും ഇങ്ങനെ ഒരു ബോക്സാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. GoProൻ്റെ ഒരു ലോഗോ ഇട്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിലൊരു GoPro ഇട്ടിട്ടുണ്ട്. എപ്പോഴും ഇല്ലാത്ത മാതിരി നമുക്ക് GoPro നീല കളറിലാണ് നമുക്ക് എഴുതിയിട്ടുള്ളത്. GoPro ഇൻബിൽറ്റ് സ്പീക്കർ അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരു കേബിൾ തന്നിട്ടുണ്ട്. ദെൻ ഒരു എക്സ്ട്രാ ബാറ്ററി തന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു സ്ട്രാപ്പ്. അത്രേ ഉള്ളൂ നമ്മുടെ ഈ ബോക്സിനുള്ളിൽ. നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനുള്ളിൽ പിന്നീട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ബോക്സിനുള്ളിൽ, അതായത് ഈ ഒരു പാക്കറ്റിനുള്ള നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് യൂസർ മാനുവലുമായിട്ടൊരു സംഭവമാണ്. ഹെൽമെറ്റിൽ വെക്കാൻ പറ്റുന്നതും, അതായത് നമുക്ക് എങ്ങനെ സ്ട്രാപ്പ് ചെയ്യുന്നത് എങ്ങനെ വെക്കണം പറ്റുന്നതാണ്. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട് GoProൻ്റെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് വെക്കാം. പിന്നെ യൂസർ മാനുവൽ അല്ലെങ്കിൽ വാറണ്ടി കാർഡ് എന്ന് നമുക്ക് ലിമിറ്റഡ് ലൈഫ് ടൈം വാറണ്ടി കാർഡാണത്. പിന്നെ നമുക്ക് ഈ GoProൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ പോയി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരുന്ന ഒരു സ്കാനർ ആൻഡ് QR കോഡ് എൻ്റെ ഒരു കാർഡാണ് ഇത് നമുക്ക് ഇതിലുള്ളത്. പിന്നെ നമുക്ക് വേറെ ഉള്ളത് എക്സ്ട്രാ ഒരു നമുക്ക് ഹോൾഡിങ് ബ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ട് ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എക്സ്ട്രാ വേറെ നല്ലൊരു സംഭവമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ചെസ്റ്റ് സ്ട്രാപ്പാണ്. എന്താ വെച്ചാൽ നമ്മൾ ചെസ്റ്റിൽ, അതായത് നെങ്ങിൽ നമുക്ക് സ്ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് സൈക്ലിങ്ങോ അല്ലെങ്കിൽ മൗണ്ടൈനിങ്ങോ ക്ലൈമ്പിങ്ങോ എന്തോ നടത്തി വരാൻ നമുക്ക് അതിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു സ്ട്രാപ്പ്, ഒരു ഗാഡ്ജറ്റിനാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ക്യാപ്പ് സ്ട്രാപ്പാണ് കിട്ടിയത്. നമുക്ക് തലയിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹെഡിൻ്റെ ഉള്ളിലുള്ള കണ്ണിക്ക് കാണുന്ന പോലെ ഒരു വ്യൂ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് ക്യാപ്പ് പോലെ തലയിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, റൈഡിങ് ഒക്കെ. പിന്നെ നമുക്ക് വേറെ ഉള്ളത് എക്സ്ട്രാ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് വ്ളോഗിങ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് എന്ന് കൂടെ പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡും, അതായത് ട്രൈപോഡ് നമുക്ക് ഇതിനുള്ളിലുണ്ട്. ജസ്റ്റ് വേറെയൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ജസ്റ്റ് അതൊരു നമുക്ക് ഗ്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് സ്ട്രാപ്പാണ്. നമ്മുടെ ഈ ചെസ്റ്റ് സ്ട്രാപ്പിൽ ഇത് ഇട്ടിട്ട് വേണം നമുക്ക് ക്യാമറ ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് ഉണ്ട്. മെമ്മറി കാർഡ് 256 GB മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ ഇൻബിൽറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ബൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ എക്സ്ട്രാ വാങ്ങിയത് കേട്ടോ. ഇതൊക്കെ നമ്മൾ സാൻഡിസ്കിൻ്റെ എക്സ്ട്രാ വാങ്ങിയതാണ്. ഓക്കെ, ദെൻ നത്തിങ്, ദാറ്റ്സ് ബില്ലാന്ന് തോന്നുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ ഗൈസ് ഇതിനുള്ള. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാമറ നമ്മളിങ്ങനെ നമ്മൾ സ്ട്രാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാ നമുക്ക് GoProൻ്റെ ക്യാമറ ഇവിടെ നമ്മൾ സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ട് GoProൻ്റെ ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇത് നമുക്കൊരു പിടിച്ചിട്ട് നമുക്ക് വ്ളോഗിങ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്കിതിൽ മെയിനായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, ചെറിയൊരു ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളിൽ എങ്ങനെയാണ് നമുക്ക് കാണുന്നത് നമുക്ക് ജസ്റ്റ്
നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മെയിൻ ക്യാമറയിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അതൊരു ഓക്കെ, ജസ്റ്റ് നമുക്ക് സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിലൊരു സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി. നമ്മുടെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടുതൽ വിഷ്വൽസ് ഒക്കെ കാണിച്ചു കേട്ടോ. ഓക്കെ, ക്യാമറ ഓൺ ആക്കി നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. നമുക്കിത് 2x സ്ലോ മോഷനിൽ വേണോ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഈ നമുക്ക് 2.7 MP ആൻഡ് 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സിനിമാറ്റിക് വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 2.7 MP പിന്നെ 5 മെയിനായി സംബന്ധിച്ച് 5.3K നമുക്ക് 30 FPS അല്ലെങ്കിൽ 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലൈസ് ആയിട്ടൊരു സംഭവം നമുക്കിതിലുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓവർ ക്ലാരിറ്റി പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. നമ്മളിങ്ങനെ വ്ളോഗിങ് എടുക്കുമ്പോഴൊക്കെ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഫോക്കസ് ആണല്ലോ. ഫോക്കസായി. ഓക്കെ, വ്ളോഗ് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ആ നേരിട്ട്, അതായത് നമ്മളെ ഇതിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇതിലുള്ളത്. ജസ്റ്റ് അമേസിങ്. നമുക്ക് അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ചെറിയൊരു സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റും. 5.3 30 FPS എടുക്കുന്നത്. ലീനിയർ ആയിട്ടുള്ളൊരു മിററിലാണ് നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നമുക്ക് ആ ചെറിയ മിറർ ഇതിൽ തന്നെ നമുക്ക് കാട്ടുന്നതായിരിക്കും. ഉള്ളത് എന്താ വെച്ചാൽ നമുക്കിത് സ്റ്റെബിലൈസേഷൻ ആണുള്ളത്. സ്റ്റാൻഡേർഡ് ഓഫ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് നോർമൽ ക്യാമറയിൽ എടുക്കുന്ന മാതിരി ആ ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ലാണ്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഹൈ ഉണ്ട്, പിന്നെ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റൺ ചെയ്താലും നമുക്ക് ആ ഒരു ഷെയ്ക്ക്നെസ് നമുക്ക് ഇവിടെ ഉണ്ടാകില്ല. ജസ്റ്റ് അമേസിങ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഒരു ഹൈപ്പർ സ്മൂത്ത് എന്ന് കൂടി പറയും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സാമ്പിളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അതിന് മുന്നേ നമുക്കിത് പറയാനുള്ളത്, നമുക്ക് ഈ റീൽസൊക്കെ എടുക്കുമ്പോൾ ഇത് അറ്റാച്ചബിൾ ആണോ, വ്ളോഗിങ് മാത്രമാണോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. നമുക്ക് ഈ ക്യാമറ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, അതായത് സോണി ക്യാമറയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീച്ചറാണ്. നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെ ആക്കിയാൽ ലാൻഡ്സ്കേപ്പ് ആക്കിയ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി യൂട്യൂബിൽ എടുക്കണ മാതിരി, അതായത് ലാൻഡ്സ്കേപ്പിൽ കിട്ടും. ഇങ്ങനെ ആക്കിയാൽ പോർട്രേറ്റിൽ മറ്റേ നമ്മൾ റീലിലൊക്കെ എടുക്കണ മാതിരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക്കലി ഒരു മാറുന്ന ഒരു സെറ്റപ്പാണ്. ഈസ് ജസ്റ്റ് അമേസിങ് ഗൈസ്. ഇതൊക്കെ ഒരു സോണി ക്യാമറയിലൊക്കെയാണ് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൊണ്ടുവന്നതിൽ രക്ഷയില്ല. സൂപ്പറായിട്ട് നിങ്ങൾക്കൊന്ന് ഹൈപ്പർ സ്മൂത്തും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. പിന്നുള്ളത് എന്താ വെച്ചാൽ നമുക്ക് സെറ്റിങ്സ് കാണിച്ചു തരാം. സെറ്റിങ്സ് വോയിസ് മൈക്ക് ഇതാക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കുറേ ലോക്ക് സ്ക്രീൻ ആൻഡ് നമുക്ക് ബാക്കിലുള്ള മിറർ അങ്ങനെ അതൊക്കെ ചെയ്യണം. പിന്നെ കണക്ട് ചെയ്യുന്നത് നമുക്ക്, പിന്നെ സെറ്റിങ്സിൽ പോയി വരുന്ന ജനറൽ വോയിസ് കൺട്രോൾ ആൻഡ് ഡിസ്പ്ലേ ആൻഡ് മോഡ് ആൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് സെറ്റിങ്സിലൊക്കെ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് നമുക്ക് ഹൈപ്പർ സ്മൂത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഉള്ളത് 4K 60 FPS നമുക്ക് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് നല്ല സ്പീഡിൽ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര ഹൈപ്പർ സ്മൂത്ത് ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട് ഗൈസ്. ഓടാ ഗൈസ്. ഗൈസ്, ഇത് അടിപൊളി സ്പീഡിൽ തന്നെയാണ് ഓടുന്നത്. നിങ്ങൾക്ക് എത്ര സ്മൂത്ത് കിട്ടില്ല എന്നൊന്നും അറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടത് വെച്ചാൽ ബൂസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങളിപ്പോൾ ഹൈ ജസ്റ്റ് ഓടി നോക്കാം. ഓക്കെ, ജസ്റ്റ് അമേസിങ്. നല്ല സ്മൂത്ത്, നമുക്ക് സ്റ്റെബിലൈസേഷൻ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇത് നമ്മൾ കണ്ടത് ഹൈ ആണ് തോന്നുന്നു. ബൂസ്റ്റാണ് മുമ്പ് കണ്ടത്. സ്റ്റാൻഡേർഡ് ഇതിനു വേണ്ടി കുറച്ച് കമ്മിയായിരിക്കും. ഓഫ് ആയി വരാൻ നമുക്ക് നോർമലായിട്ടുള്ളത് അതിനായിരിക്കും. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4Kയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതിൽ നമുക്ക് വീഡിയോസ് മാത്രമല്ല ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മോഡ് ഉണ്ടല്ലോ, മോഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പറഞ്ഞാൽ ഫോട്ടോസിലോട്ട് പോകും. ഇതിപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കേണ്ട സംഭവമാണ്. ജസ്റ്റ് ഒന്നുകൂടി ടാപ്പ് ചെയ്ത് പറഞ്ഞാൽ ടൈം ലാപ്പ് എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് പറഞ്ഞാൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ 3 മോഡ്സാണ് നമുക്കുള്ളത്. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് ആൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ. നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. നമുക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഗോപ്രോ തന്ന നമ്മുടെ അച്ഛൻ്റെ ബോസായിട്ടുള്ളത്, അച്ഛൻ്റെ ഓണറായിട്ട്, അച്ഛൻ വർക്ക് ചെയ്ത കമ്പനിയിലെ ഓണറായ ശിവ അണ്ണനാണ് നമുക്ക് ഈ ക്യാമറ നമുക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ താങ്ക് യു ശിവ അണ്ണ. ലവ് യു ശിവ അണ്ണ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയാണ്. ലൈക്ക് ദിസ്. നമ്മൾ ഒരു വാങ്ങണം വിചാരിച്ച ഒരു ക്യാമറ നമുക്ക് ഗിഫ്റ്റായി കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. ലവ് യു. താങ്ക് യു ഫോർ ശിവ അണ്ണ ദിസ് ക്യാമറ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത തിരിച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും GoPro. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ, സീ മച്ച്. ഈ വീഡിയോ വേണ്ടി പോയി സമയമായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത തിരിച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ബൈ ബൈ, സീ യു, ലവ് യു ഗൈസ് സോ മച്ച്.